നോക്കൂ നിങ്ങൾ, അടുത്ത ചോദ്യം. ഫൈസൽ മൗലവിയോട് കൃത്യമായ ചോദ്യം വന്നു. എന്താ ചോദ്യം? അർഷദിന്റെ വീണ്ടും ചോദ്യം. അവിടെയാണ് കൂടുതൽ അവർ കുഴങ്ങിയത്. അവർ ഈ മുഖാമുഖം നടത്തേണ്ടില്ലേന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാര് ഈ മീലാദൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായി നവപ്രഭ എന്ന് പറയുന്ന ഈ അർഷദിന്റെ ചോദ്യമാണ്. അദ്ദേഹം ഒരു പുസ്തകം വായിച്ചിട്ടാ ചോദിക്കുന്നത്. നവപ്രഭ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ പുസ്തകത്തിൽ അബ്ദുള്ള കുട്ടി മൗലവി എഴുതിയത്. കാരണം ഈ നബിദിനാഘോഷത്തെ വർണ്ണിച്ച് വിശാലമായി അങ്ങനെ ഒരു ആഘോഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ആഘോഷിക്കണം, അതിൽ സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ എഴുതുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് മൗലവിമാരുടെ പല പുസ്തകങ്ങളിലും പല പ്രസിദ്ധീകരണങ്ങളിലും ഇതുപോലെ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മുജാഹിദിന്റെ പണ്ടത്തെ അൽമനാറിലും പണ്ടത്തെ അൽമുർഷിദിൽ കെ എം മൗലവി കൃത്യമായി എഴുതിയിട്ടുണ്ട്, നബിദിനാഘോഷം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ആഘോഷിച്ചു വരുന്ന ഒരു ആചാരമാണ് എന്ന്. അത് കൃത്യമായി ആചരിച്ചു ആഘോഷിച്ച് പാരമ്പര്യമുള്ള അവരുടെ പരിചയമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അതിന്റെ അപ്പോസ്തലന്മാർ, മുൻകാല മുജാഹിദ് നേതാക്കന്മാർ, 930-ലും 920-ലും ഒക്കെ ജീവിച്ച മുജാഹിദിന്റെ നേതാക്കന്മാർ ഇതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. അത് സംബന്ധമായി ലേഖനം എഴുതിയിട്ടുണ്ട്, അത് സംബന്ധമായി പുസ്തകം എഴുതിയിട്ടുണ്ട്, അവരുടെ പുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കൃത്യമായ അർഷദിന്റെ ഈ ചോദ്യം, എന്റെ ചോദ്യം എന്ന് പറയുന്നത് 1930 ജനിച്ച ഒരാള് 2025 ഏകദേശം അദ്ദേഹത്തിന് ഒരു 95 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയപ്പോ അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ സുന്നി മുജാഹിദിന്റെ ഇടയിൽ നബിദിനാഘോഷത്തില് ഭയങ്കര തർക്കം ചെയ്യുന്നത് കാണുന്നുണ്ട്. അദ്ദേഹം 1930 ജനിച്ച ആളാട്ടോ. അങ്ങനെ അദ്ദേഹം ഈ പണ്ടത്തെ അൽമനാറൊക്കെ അദ്ദേഹം ഇങ്ങനെ വായിച്ചിനി. അങ്ങനെ 1950 അൽമനാറ് വായിച്ചപ്പം അതില് നബിദിനം ആഘോഷിക്കണം എന്ന് അദ്ദേഹം കണ്ടു. അതേപോലെ തന്നെ ന്യൂ അൻസാരി വിശേഷാൽ പ്രതി എന്നുള്ള ഒരു പുസ്തകം മുജാഹിദ് 1955 നവംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അബ്ദുള്ള കുട്ടി മൗലവിയാണ് എന്ത് ചെയ്തത്, അത് ലേഖനം എഴുതിയത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആവേശത്തിന്റെ കാരണം. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് പറയാണ് എന്താണ് ഈ ആവേശത്തിന് കാരണം. അത് മറ്റൊന്നുമല്ല, അവരുടെ മതപ്രവാചകൻ, അതെ പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകൻ ഭൂജാതനായിട്ടുള്ളത് ആ മാസത്തിലാണ്. മനുഷ്യ വംശത്തിന്റെ സന്മാർഗം കാണിച്ച് കൊടുക്കാനായി ഒരു സത്യദീനോട് കൂടി വന്നിട്ടുള്ള ലോകാനുഗ്രതയുടെ അനുയായികളാണല്ലോ മുസ്ലിങ്ങൾ. അപ്പോൾ ആ മഹാനുഭാവന്റെ ജന്മത്തിന് അവർ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് ന്യൂ അൻസാരി വിശേഷാൽ പ്രതിയിൽ എം അബ്ദുള്ള കുട്ടി മൗലവി എഴുതി വെക്കാണ്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അൽമനാറിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ 1950 ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഈ റബീഉൽ അവ്വൽ 12 ഉദയഗിരി മുതൽ അസ്തമയഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലൗകിക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അതെന്താണ്, സ്വാഭാവികമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവസാനം പറയേണ്ടത് ഈ പുണ്യദിനം സ്മരിക്കുകയായി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ 95 വയസ്സായ ആളുകൾ ചിന്തിക്കുകയാണ് എന്നായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിനാഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക. അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോഴേ അതിലൊക്കെ നബിദിനാഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പൊ എന്തെയാണ് നബിദിനാഘോഷത്തെ എതിർക്കുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദീങ്ങൾ നബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിനാഘോഷത്തെ എതിർത്തത്. അത് വിദേഹത്താണെന്ന് ആ നിലക്ക് തന്നെ എന്നാണ് വിദേഹത്താണെന്നുള്ള നമ്മൾ പറഞ്ഞത് അന്ന് മുതൽ നിൽക്കുന്നുണ്ട്. എങ്ങനെ പറഞ്ഞല്ലോ ഇത് ആഘോഷിക്കണമെന്ന് പണ്ട് പറഞ്ഞല്ലോ. 1950 വായിച്ച് 55 വായിച്ച് 59 ഞാൻ വായിച്ച്. അതായത് 95 വയസ്സായ ആളെ സംബന്ധിച്ചോട്ട് അദ്ദേഹം ചിന്തിക്കണ്ടാവില്ല. എന്റെ സത്യത്തിൽ ആ മൗലവി അവിടെ കുഴങ്ങാണ്. അയാൾ വലത്തോട്ട് ഇങ്ങോട്ട് തിരിയാണ്. ഫൈസൽ മൗലവി പറഞ്ഞോട്ടെ വിചാരിച്ചാണ്.
കാരണം എന്താ, 930 ജനിച്ച ഒരു മനുഷ്യന് അയാൾക്കിപ്പോൾ 95 വയസ്സുണ്ടാവും. അയാൾ അന്ന് എന്താക്കിയിട്ടുണ്ട്, മീലാദ് ആഘോഷിച്ചിട്ടുണ്ട്. കാരണം ഈ മൗലവിമാരുടെ പുസ്തകം പോലെ പ്രസിദ്ധീകരണവും ലേഖനവും ഓല് പഠിപ്പിച്ച് ഓലെ എതിർത്തിട്ടില്ലല്ലോ. അന്ന് മുതലുള്ള മുജാഹിദ് പ്രസ്ഥാനം എതിർത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള മുജാഹിദാണ് എതിർത്തത്. മുജാഹിദിന് പുതിയ അപ്ഡേഷനുകൾ, ഇന്നൊന്ന് നാളെ മറ്റൊന്ന് എഡിറ്റ് എന്ന് വേറൊന്ന്, അങ്ങനെ ഒരു ഇസമാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അത് വെറുതൊന്നുമല്ല. കാരണം അവരെ മുജാഹിദ് സെന്ററിലേക്ക് ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ജിബിരിയിൽ വന്നിട്ട് വഹി ഇറക്കി കൊടുക്കുന്നുണ്ട് അല്ലേ, മുജാഹിദ് സെന്ററിലേക്ക്. അപ്പൊ എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം നബിദിനത്തെ എതിർത്തത് എന്ന് അർഷദിന്റെ ചോദ്യത്തിന് ഇയാൾ മറുപടി പറയാൻ കഴിയുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം എന്നുണ്ടാക്കിയോ അന്ന് മുതലേ എതിർക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്നുണ്ടാക്കിയെന്ന് വെച്ചാൽ ഇബ്നു തൈമിയയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിച്ച ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അന്ന് മുതലേ ഇത് എതിർത്തിട്ടുണ്ടോ? അന്ന് മുതൽ ഈ ആചാരമല്ലേ? അന്ന് മുതൽ ഈ ആചാരം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബിൽ, ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയല്ലോ, ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമാ ഖദ് യഫലുഹു ബഅദുൻ നാസ് ലഹു അജ്റുൻ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ ബഹുമാനിക്കുക, വത്തിഖാദുഹു മൗസിമാ, അത് ആഘോഷമായി പരിപാടി കൊണ്ടാടുക, നബിദിനെ ആഘോഷിക്കുക എന്നുള്ളത് ഖദ് യഫലുഹു ബഅദുൻ നാസ്, ജനങ്ങളിൽ ചില ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ലഹു അജ്റുൻ അളീം, മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് എഴുതിയത് ഇബ്നു തൈമിയയാണ്. നിങ്ങളുടെ ശൈഖുൽ ഇസ്ലാം തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ത് പറയുന്നു മൗലവി? അപ്പൊ ഈ മൗലവി എന്താ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനം എന്നുണ്ടാക്കിയോ അന്ന് മുതൽ. അപ്പൊ ഈ അടുത്ത കാലത്ത് 10 വർഷമായിട്ടുള്ളൂ മുജാഹിദ് ഉണ്ടാക്കിയിട്ട്. ആ മുജാഹിദ് ഏതാ? അത് ജിന്ന് മുജാഹിദ്, അത് ജിന്നൂരികൾ, ദമ്മാജികൾ, അതുപോലെ തന്നെ ആടൂരികൾ, അങ്ങനെയുള്ള ആളുകളാണ് പുതിയത് വന്നത്. മുജാഹിദിന്റെ ബേസിക് പണ്ടേ അല്ലേ? അന്ന് ഇതിനെ എതിർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ ഫൈസൽ മൗലവിയിലേക്ക് ഇയാൾ തിരിയാൻ, അപ്പൊ ഇയാൾ കൊയങ്ങും. അയാൾ മറുപടി പറയാൻ അർഷദിന്റെ നേതാക്കളൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച ആളുകളെ ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോ എന്താണ് ഒരു നബിദിന ആഘോഷത്തെ എതിർക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ 1959 വരെ അദ്ദേഹം കാണുന്നത് എന്താണ്? നബിദിന ആഘോഷത്തെ അനുകൂലിക്കുന്നത് ആയിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ എന്ന് മുതലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. 1926 സമസ്ത വന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? മുജാഹിദ് പ്രസ്ഥാനം, അതായത് അൽമനാർ എന്താന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ അൽമനാറിൽ അടക്കി നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റ് പറഞ്ഞാൽ മതി. എന്ന് മുതലാണ്? 1959 വരെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനം എന്ന് മുതലാണ് നബിദിനാഘോഷത്തെ എതിർത്തത് എന്ന ചോദ്യത്തിന് ചെക്കുന്നുമല എന്ന് പറയുമ്പോ വായക്കപ്പേരി എന്ന് പറഞ്ഞ പോലെ, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞായി എന്നതുപോലെ ഇവരുടെ ഒരു കവല പ്രസംഗം, വായയിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഫൈസൽ മൗലവി നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം തൗഹീദിനെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈസൽ മൗലവിയുടെ മറുപടി കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആരെവിടെ ഇല്ലാലും അത് പ്രമാണത്തിൽ യോജിക്കുന്നില്ല. അൽമനാറിൽ വന്നാലും വേണ്ടില്ല, എവിടെ വന്നാലും വേണ്ടില്ല, അത് ശരിയില്ലാന്ന് ചിന്തിക്കാൻ ബുദ്ധി പോലെ മുജാഹിദാവുള്ളൂ. അവിടെ ഏകദേശം പറയുന്നുണ്ട്, ഒരു ആവറേജ് ബുദ്ധി പോലെ മുജാഹിദാവുള്ളൂ, അനന്ത മുജാഹിദാവുള്ളൂ. അൽമനാറിൽ വന്നാൽ സമയമില്ല, അത് മുജാഹിദിന്റെ നിലപാടല്ല. എവിടെ നോക്കി എന്താ ഫൈസൽ പറഞ്ഞ? അൽമനാറിൽ വന്നാലും എവിടെ വന്നാലും മുജാഹിദിന്റെ ഏത് നേതാക്കന്മാർ പറഞ്ഞാലും സമീനാവാത്തതിന് അത് മുജാഹിദിന്റെ നിലപാടല്ല. എങ്ങനെ മുജാഹിദ്? എന്ത് ഇരട്ടത്താപ്പാണിത്? എന്ത് വൈരുദ്ധ്യമാണ് ഈ പറയുന്നത്? ഇത് കേൾക്കുന്ന സദസ്സുണ്ടല്ലോ, വെറും പൊട്ടന്മാരോ? ചെറുവാടിയിലെ മുഖാമുഖ സദസ്സിൽ വന്നിരുന്ന ആളുകളെ ചോദിക്കുകയാണ്, സലഫി കുട്ടികളെ, നിങ്ങൾക്ക് തലയിൽ വെളിവില്ലേ? എന്താ നിങ്ങളെ അതില് ചാരായോ, ചേരിത്തുപ്പോ, എന്താ നിങ്ങളെ തലച്ചോറ്റുള്ളത്? ഇയാൾ പറയുന്ന മുഴുവൻ വിഡ്ഢിത്തങ്ങൾ കേൾക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് അൽമനാർ പറയട്ടെ, ഏത് ഗ്രന്ഥം പറയട്ടെ, ഏത് പുസ്തകം പറയട്ടെ, ഏത് നേതാക്കന്മാർ പറയട്ടെ, അതൊന്നും ഇവിടെ തെളിവല്ല. സമീനാവ അത്തനാന്ന് പറഞ്ഞ് കേൾക്കൂല. കാരണം എന്താ? ഇവര് വിഷ്ടമാണ്, വിഷ്ടം. അതുകൊണ്ട് നീ കേൾക്കി. നിങ്ങൾ ഫൈസൽ മൗലവി എന്തായാലും മറുപടി പറഞ്ഞതിന് മറുപടി ആയിട്ടുണ്ട്. വിഷയം പറഞ്ഞാലും അത് പ്രമാണ വിരുദ്ധമാണ്. ഈ നാടന്മാരൊക്കെ പറയും, അത് ശരിയായിട്ട് ശരിയില്ലാന്ന് പറയും.
അതാണ് മുജാഹിദ് ജിഹാദ് കഴിയുന്നവരാണ്. ഞങ്ങൾ മുക്കല്ലിദീങ്ങളല്ല, അതുകൊണ്ട് തന്നെ തെറ്റ് അബദ്ധം എവിടെ വന്നോ അത് അബദ്ധമാണ് എന്നും പറയാം. ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷിദ്, അൽ ഇർഷാദ്, അൽ ബലാഗ് ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ശരി, കേട്ടില്ല നിങ്ങള് എന്താ പറഞ്ഞത്? ഫൈസൽ മൗലവി പറഞ്ഞത് എന്താ കേട്ടില്ലേ? നബിദിനം ആഘോഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും പണ്ട് അൽ മുർഷിദിലും അൽമനാറിലും ഒക്കെ വന്നിട്ടുണ്ട്. KM മൗലവി, സാക്ഷാൽ വക്കം സാക്ഷാൽ തയ്യിൽ മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന സാക്ഷാൽ KM മൗലവി എഴുതിയിട്ടുണ്ട്. ഇത് ഫൈസൽ മൗലവി അംഗീകരിക്കാൻ പിരിച്ചു വിട്ടൂടെ നിങ്ങളെ സംഘടന?